ഇറ്റ്സ് മീൽ ഷെലിയാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഡിസൈനർ വെയേഴ്സ് കാണിക്കാനാണ് കേട്ടോ. രണ്ട് പീസാണ് കാണിക്കാനുള്ളത്. ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒന്നും പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോയിലും കൂടെ വരുന്ന ഒരു പീസുകളാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ ജോർജറ്റിൽ ടിഷ്യൂ ഇങ്ങനെ നല്ല സെറി ബുട്ടാസ് വരുന്ന എന്താ പറയുക മെറ്റീരിയലാണ് ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ബോട്ടം ഒരു പാരലൽ ബോട്ടാണ്. നല്ലൊരു ഞാൻ പറഞ്ഞില്ല ഗോൾഡൻ യെല്ലോ ആ ഷെയ്ഡിൽ വരുന്നതാണ് വിത്ത് ഒരു ഗോൾഡൻ ചെറിയ ബുട്ടാസ് വരുന്നത്. അതിലേക്ക് പെയർ ചെയ്യാനായിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ക്രേപ്പ് ജോർജറ്റിൽ സെയിം ഷെയ്ഡ് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. ടോപ്പിൻ്റെ ലോവർ ഏരിയയിലായിട്ടൊരു 1 ഇഞ്ചിലൊരു വർക്ക് വരുന്നുണ്ട് ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡിൽ കേട്ടോ. ഈ ഒരു എന്താ പറയുക മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലൊക്കെ ഒരു ആൻറ്റിക് ഗോൾഡ് എന്താ പറയുക വർക്ക് വരുമ്പോൾ നല്ലൊരു ഫീലാട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരിക്കും കാണുമ്പോൾ. പക്ഷേ ബാക്കിയുള്ള ഡാർക്ക് ഷെയ്ഡിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ടോൺ ടു ടോൺ ഷെയ്ഡാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡുകളിലൊക്കെ ആൻറ്റിക് ഗോൾഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. രണ്ടും ഒരേ ഒരു ടോണിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതാണ് സ്ലീവിനൊരു 7 ഇഞ്ചോളം വരുന്നൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ കട്ട് ബീഡും സ്റ്റോണും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്കിന് സിമ്പിളായിട്ടൊരു വർക്ക് മതി എന്ന് പറഞ്ഞവർ. അതുപോലെ ദുപ്പട്ട ചെയ്തിട്ടുള്ളത് ക്രേപ്പ് ജോർജറ്റ് ആണ്. സെയിം ഇതുപോലെ തന്നെ നല്ല ഗോൾഡൻ യെല്ലോയിൽ വരുന്ന ഫുള്ള് എന്നിട്ട് ഇതുപോലെ ലൈൻ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ബോഡി ഓൾ ഓവർ സിമ്പിൾ കട്ട് ബീഡ് ലൈനും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലൊരു ലോഡ് ലൈനുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ലൈൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ബ്രൈഡിൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബ്രൈഡ് ഗോൾഡൻ ഡ്രസ്സാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഗോൾഡൻ തന്നെയാണ് ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ടിഷ്യൂലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അതിൻ്റെ സ്ലീവ് ഫുള്ളൊരു ഗ്യാപ്പില്ലാത്ത വർക്കാണ് വന്നത്. കുറച്ച് അത്യാവശ്യം ദിവസത്തെ ഒരു വർക്കാണ് കേട്ടോ ഐറ്റം കേട്ടോ. ഇതുപോലെ പിന്നെ ആൾ കുറച്ച് സൈസുള്ള ആളുമാണ്. അപ്പോൾ ഫുള്ള് സ്ലീവ് കണ്ടോ ഇത്രയും 3/4 സ്ലീവാണ്. അത് ഫുള്ളൊരു ഗ്യാപ്പില്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ലോവർ ഏരിയയിൽ ഇതുപോലെ ഒരു മെറ്റൽ ഹാങ്ങിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കട്ട് ബീഡ് സ്റ്റോൺ അതുപോലെ തന്നെ ക്ലിപ്പ് സ്റ്റോൺ സീക്വൻസും ഒക്കെ വെച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സ്ലീവും സെയിം വർക്കാണ്. ബോഡി ഓൾ ഓവർ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ലോവർ ഏരിയയിൽ ഓൾമോസ്റ്റ് ബോർഡർ ആയിട്ട് ചെയ്യാണ്ട് എപ്പോഴും ഇങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. ഓരോ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ നിന്ന് വർക്ക് തുടങ്ങിയിട്ട് ഒരു കോർണറിലേക്ക് വന്ന് അത് ഇപ്പുറത്തേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ടോപ്പിൻ്റെ ലോവർ ഏരിയയിലും ഈ മെറ്റൽ സീക്വൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവിലേക്ക് ചെയ്ത സെയിം വർക്ക് തന്നെ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. ഗോൾഡനിലേക്ക് ഗോൾഡൻ വന്നപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. ബോട്ടത്തിനും ചെറിയൊരു വർക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബോട്ടത്തിനും അതുപോലെ സിമ്പിളായിട്ടൊരു എന്താ പറയുക ഒരു 4 ഇഞ്ചിൽ വരുന്നൊരു വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ മെറ്റീരിയലാണ് ആ ബോർഡറിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ബോട്ടം വരുന്നത് ജാം കോട്ടൺ സെയിം ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ടയും കുറച്ച് ഹെവി തന്നെയാണ്. ബോഡി ഓൾ ഓവർ എന്താ പറയുക ലൈൻഡ് പാറ്റേൺ വിത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ചിൽ വരുന്ന ബോർഡറാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തത് കേട്ടോ. ഇതുപോലെ 2 ഇഞ്ച് ബോർഡറാണ്. ഫുൾ ഇത് നമ്മുടെ സ്ലീറ്റിനൊക്കെ ചെയ്ത പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ് 2 ഇഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോഡി ഓൾ ഓവർ ഒരു ലൈൻ പാറ്റേൺ കട്ട് ബീഡ് കൊണ്ട് ലൈൻസ് ചെയ്തിട്ടുണ്ട്. വിത്ത് അങ്ങനെ ഇടയിലൊരു ഫ്ലവേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മൊത്തം എങ്ങനെയുണ്ടാ വർക്ക് ഫുള്ള് കാണുമ്പോൾ ഫുള്ള് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ്. അപ്പോൾ അത്രയുള്ളത് രണ്ടും പെട്ടെന്ന് കാണിക്കാമെന്ന് കരുതി. ഒരു യെല്ലോ ടച്ച് അല്ലെങ്കിൽ ഗോൾഡൻ ടച്ച് വരുന്നതാണ് രണ്ടും. അപ്പോൾ ഇതിൽ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഇത് 20യുടെ റേഞ്ച് 20,000ൻ്റെ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. കാരണം ഫുൾ ഹാൻഡ് വർക്കാണ്. ഇനി അതിൻ്റെ എബോ ആണ് 20 എബോ വരുന്നുണ്ട്. നമുക്ക് പല കോസ്റ്റിലും ചെയ്യാം. ഈ ഐറ്റം തന്നെ ഇപ്പോൾ സ്ലീവ് ഇത്രയും വർക്ക് വേണ്ട, ചെറിയൊരു 4 ഇഞ്ചിലൊക്കെ മതിയെങ്കിൽ കോസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഒരു കറക്റ്റ് റേറ്റ് പറയാത്തത്. ഇതും അങ്ങനെ തന്നെയാണ് 10 ആ ഒരു റേഞ്ച് വരുന്നതാണ്. ഇതും നമുക്ക് പല റേഞ്ചിലും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കളർ കസ്റ്റമൈസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക ഡിസൈനിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് റിസൾട്ട് വരാം. അതിലേക്കും ബൈ.